നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതകത്തിൽ സംശയങ്ങളേറെയാണ്. നാട്ടുകാരിലുണ്ടായ ചെറിയ സംശയമാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ പോലീസിന് സഹായകമായത്. അവശയായിരുന്നുവെങ്കിലും മേരിയെ പ്രദേശവാസികൾ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു. കുറച്ചു നാളായി കാണാതായതോടെയാണ് നാട്ടുകാർ മകനായ സജിയോട് അന്വേഷിച്ചത്. ഓരോരുത്തരുടെ അടുത്തും ഓരോ കാരണമായിരുന്നു മകൻ സജി പറഞ്ഞിരുന്നത്. ഇതോടെയാണ് നാട്ടുകാർക്ക് സംശയം തോന്നിയത്. ഇക്കാര്യം ആദ്യം മേരിയുടെ മകൾ സിനിയെയും പിന്നീട് പോലീസിനെയും നാട്ടുകാർ അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച സജി സ്വന്തം വിവാഹം ക്ഷണിക്കാൻ നാട്ടിലെ പല വീടുകളിലും പോയിരുന്നു. 23-ന് വിവാഹമാണെന്ന് പറഞ്ഞ് ആദ്യം ക്ഷണിച്ചെങ്കിലും വിവാഹം മുടങ്ങിയെന്നും വരുന്ന 30-ന് വിവാഹം നടത്തുമെന്നറിയിച്ച് വീണ്ടും ക്ഷണം നടത്തി. ഇതും സംശയത്തിന് കാരണമായിരുന്നു. നെടുങ്കണ്ടം പച്ചടിയിൽ വീട്ടുപറമ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് പൂർത്തിയാകും. മേരിക്കുട്ടി, മകൻ റെജി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മേരിക്കുട്ടിയുടെ ഇളയ മകൻ സജിക്കായി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മേരിക്കുട്ടിയുടെ ഭർത്താവ് മാത്യുവിനെ കാണാതായ കേസും പോലീസ് വീണ്ടും അന്വേഷിക്കും. 2018-ൽ സമാന സാഹചര്യത്തിലാണ് മാത്യുവിനെ കാണാതായത്. പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം. പ്രതിയെന്ന് സംശയിക്കുന്ന സജിയെ കണ്ടെത്താൻ തെരച്ചിൽ ഊർജിതമാക്കി. പോലീസിന്റെ 4 സംഘങ്ങളാണ് തെരച്ചിൽ നടത്തുന്നത്. ഇന്നലെ കണ്ടെത്തിയ മൃതദേഹങ്ങൾ മേരിക്കുട്ടിയുടെയും മകൻ റെജിയുടെയും തന്നെയാണെന്ന നിഗമനത്തിലാണ് പോലീസ്. മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. DNA പരിശോധനയും നടത്തും. മേരിക്കുട്ടിയെയും റെജിയെയും കാണാനില്ലെന്ന് കാണിച്ച് മേരിക്കുട്ടിയുടെ മകൾ സിനി ഞായറാഴ്ച പോലീസിൽ പരാതി നൽകിയിരുന്നു. തിങ്കളാഴ്ച രാവിലെ ഇവരുടെ വീടിന് സമീപത്തെ പറമ്പിൽ ഒരു പുരുഷന്റെ കാലിന്റെ ഭാഗം മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്നത് നാട്ടുകാർ കണ്ടു. ഉടനെ പോലീസിൽ അറിയിച്ചു. തുടർന്ന് ഫോറൻസിക് സംഘത്തിന്റെ നേതൃത്വത്തിൽ മണ്ണ് മാറ്റി പരിശോധന തുടങ്ങി. ഉച്ചയ്ക്ക് 1:45ഓടെ ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. മൃതദേഹങ്ങൾ ഒരേ കുഴിയിലായിരുന്നു. വേഗം ജീർണിക്കുന്നതിനും ദുർഗന്ധം പുറത്തേക്ക് വരാതിരിക്കുന്നതിനുമായി കുഴിയിൽ കുമ്മായം വിതറിയിരുന്നു. പച്ചടി തോട്ടുവാക്കടയിൽ വീടിന് സമീപത്തുനിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയതറിഞ്ഞ് നിരവധി പേരാണ് എത്തിയത്. ഏപ്രിൽ 10 മുതൽ മേരിക്കുട്ടിയെയും മൈക്ക് ഓപ്പറേറ്ററായ റെജിയെയും കാണാനില്ലായിരുന്നു. നാട്ടുകാർ ഇവരെപ്പറ്റി തിരക്കിയപ്പോൾ ബന്ധുവിന്റെ സംസ്കാര ചടങ്ങിന് തിരുവല്ലയിലാണെന്നും മേരിക്കുട്ടിയുടെ ചികിത്സയ്ക്കായി തേനി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെന്നും മറ്റും സജി പറഞ്ഞിരുന്നു. പലരോടും പല രീതിയിൽ സംസാരിച്ചതിനെ തുടർന്ന് നാട്ടുകാർക്ക് സംശയം തോന്നി. തുടർന്നിവർ നെടുങ്കണ്ടം പോലീസിൽ 2 പേരെയും കാണാതായതിൽ അസ്വാഭാവികതയുണ്ടെന്ന് അറിയിച്ചിരുന്നു. ഇതിനിടയിലാണ് സിനി നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകിയത്. ഞായറാഴ്ച വൈകിട്ട് നെടുങ്കണ്ടം പോലീസ് ഇവരുടെ വീടിന് സമീപത്തെത്തി. യാത്ര പോകാൻ തയ്യാറെടുത്ത വിധം ബാഗുമായി റോഡിന് സമീപം നിൽക്കുകയായിരുന്ന സജി പോലീസിനെ കണ്ട് ഓടിപ്പോവുകയായിരുന്നു. വൈകിട്ടോടെ സമീപത്തെ മലയിൽ നിന്ന് ഇയാളുടെ ബാഗ് കണ്ടെത്തി. മദ്യപിച്ച് സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുക പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. കട്ടപ്പന ഡിവൈഎസ്പി ഷാജൻ, നെടുങ്കണ്ടം CI KL തോമസ് എന്നിവർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എന്തായാലും ഇവരുടെ അച്ഛൻ മാത്യുവിനെ കാണാതായ കാര്യത്തിലും സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിലും അന്വേഷണം നടത്തും. മാത്യു സുവിശേഷകനായിരുന്നു.